ക്രിയേറ്റീവ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കാം. നല്ല വണ്ണമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പെരക്കിയിട്ട് ഫ്രൈ ആക്കും. പക്ഷേ അതല്ലാണ്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചില സാധനങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് നോക്കാം എന്തെല്ലാമാണ് ഇതിൽ ചേർക്കാനുള്ളത്. നല്ല കുറച്ച് വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് നല്ല വൃത്തിയാക്കി എടുക്കണം. അതിന് നമുക്ക് ആദ്യം അതിൻ്റെ തലയിലുള്ള മൂർച്ചം അതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഓട് കളഞ്ഞ് മറ്റേ അതിൻ്റെ അകത്തൊരു വേസ്റ്റ് ഉണ്ട് തലേൻ്റെ ഭാഗത്ത്, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരു നാര് പോലത്തതുണ്ട് അതും വലിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ചേറ് ഇതാണ് ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ്, അതെല്ലാം എടുത്ത് കളയാഞ്ഞാൽ നമുക്ക് ഈ ചെമ്മീൻ വയറുവേദനയെല്ലാം വരും. അപ്പോൾ നമ്മൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ നമ്മൾ മുഴുവനും വൃത്തിയാക്കിയതിന് ശേഷം ഇത് കഴുകുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് പെരക്കണം. നല്ലോണം കൈ കൊണ്ട് പെരക്കി കളഞ്ഞിട്ട് പെരക്കി കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വൃത്തിയാവും. അപ്പോൾ 2-3 വെള്ളത്തിൽ വന്നിട്ട് കഴുകിയാൽ മതി. ഇതിൻ്റെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇനി വേണ്ടുന്ന മസാലകളെല്ലാം ചേർക്കണം. ആദ്യം കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇടണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില പേസ്റ്റാക്കിയത്, പിന്നെ ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ലോണം കൈ കൊണ്ടൊന്ന് പെരക്കിയിട്ട് ഒരു അരമണിക്കൂർ ഇവിടെ അതിന് ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപ്പ് പറ്റാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അരമണിക്കൂർ വെച്ചാൽ നല്ലോണം അതിന് ഉപ്പ് പിടിക്കും. ഉപ്പ് എല്ലാം പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാകുമ്പോൾ അതിൽ നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗം നല്ലോണം പൊരിച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ ഒരു അധികം പൊരിഞ്ഞ് ഇതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാവും, റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അധികം പൊരിയും ചെയ്യരുത്, എന്നാൽ വേണ്ടും ആകരുത്. അങ്ങനെ നമ്മൾ നല്ല പാകം നോക്കിയിട്ട് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് തിന്നുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം മുഴുവനായിട്ടും. ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉപ്പും മഞ്ഞളും മുളകും മാത്രമല്ല, ഈ പുളിനാരങ്ങ പിഴിഞ്ഞിട്ട് ചേർക്കുന്ന കൂട്ടുണ്ട്. നല്ലോണം ഉപ്പും മുളകെല്ലാം പെരക്കി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കുറച്ച് പുളിനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ലേശം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പെരക്കിയെടുക്കുന്നവരുണ്ട്. എന്നാലും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ അത് നിർബന്ധമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.